ഹായ്, എൻ്റെ പേര് ഡോക്ടർ ടോം ബാബു. ഞാൻ എറണാകുളം സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടറാണ്. എവറിത്തിങ് ഡയബറ്റീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് ഡയബറ്റീസും ദന്തരോഗങ്ങൾ അഥവാ മോണരോഗങ്ങൾ. നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ എന്നാണല്ലോ നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് പ്രമേയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് അവസാനം വരെ കണ്ടിരിക്കണം. ഇന്ന് എന്നോടൊപ്പം ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് എൻ്റെ കൂട്ടത്തിലുള്ളത് ഡോക്ടർ മാത്യു ജെയിംസ് ആണ്. ഡോക്ടർ മാത്യു ജെയിംസ് എറണാകുളം സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ ഡെന്റിസ്റ്റും പെരിയോഡോണ്ടിസ്റ്റുമാണ്. മാത്യു ജെയിംസ്, വെൽക്കം ടു ദിസ് എപ്പിസോഡ്. താങ്ക് യു ഡോക്ടർ ടോം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അൺഫോർച്യുനേറ്റ്ലി നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഇന്ന് നമ്മുടെ ഈ ഡിസ്കഷനിൽ കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും നമ്മുടെ ഡെന്റിസ്ട്രിയും പ്രമേഹവും തമ്മിലുള്ള ബന്ധം മനസ്സിലാകാൻ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ എന്തുകൊണ്ട് നമ്മുടെ പ്രമേഹ രോഗികളിൽ ഈ ദന്തരോഗങ്ങൾ കൂടുതൽ കണ്ടുവരുന്നു? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രമേഹ രോഗികളിൽ പൊതുവെ ഇൻഫെക്ഷൻ വരാനുള്ള ടെൻഡൻസി ഓൺ ദ ഹയർ സൈഡ്. അത് നമ്മുടെ വായിലെ ഇൻഫെക്ഷനും ആപ്ലിക്കബിൾ ആണ്. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രോഫിൽസ്, ഈ പെർട്ടിക്കുലർ സെൽസാണ് നമ്മുടെ പ്രതിരോധ ശക്തിയിൽ വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. അവയുടെ പ്രവർത്തനം ഡയബറ്റീസ് പേഷ്യൻറ്റിൽ അപ് ടു ദ മാർക്ക് ആകാറില്ല. നമ്മുടെ ശരീരത്തിന് ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫെൻസ് അല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രവർത്തനം ആദ്യം തന്നെ കുറച്ച് കുറയാറുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി യെസ്. അതിന്റെ ഒരു കോൺസിക്വൻസ് ആണ്. അതായത് അതിന്റെ ഒരു നമ്മുടെ വായിൽ പ്രതിഫലിക്കുന്ന ഇതാണ് ഇൻഫെക്ഷൻസിന്റെ എണ്ണം കൂടുന്നതുള്ളത്. അതിൽ പ്രധാനമായി ഇത് ബാധിക്കുന്ന നമ്മുടെ മോണകളെയാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ ലോങ് ടേം ഡയബറ്റിക് പേഷ്യൻ്റ്. ഈ ലോങ് ടേം, അതായത് 10-15 വർഷം പ്രമേഹമുള്ള ഒരു രോഗിയിൽ നമ്മുടെ കൊളാജനാണ് നമ്മുടെ സ്കിന്നിലാണെങ്കിലും നമ്മുടെ മോണകളിലാണെങ്കിലും അതിൻ്റെ ആ സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ റീമോഡലിങ്, റിപ്പയർ ആൻഡ് റീമോഡലിങ് എപ്പോഴും നമ്മുടെ വായിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ മെക്കാനിസവും പ്രമേഹം കാരണം ബാധിക്കുന്നതായി. ഇത് നമ്മുടെ മോണകൾ അതുമൂലം വീക്ക് ആകാനുള്ള ടെൻഡൻസി, ആ റിപ്പയറിങ് എബിലിറ്റി ശരീരത്തിൻ്റെ കുറയുന്നതാണ്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ 10-15 വർഷം കാണുന്ന പേഷ്യൻറ്റിൽ എല്ലാവരും പറയുന്നൊരു സംഭവമാണ്, ഒരു മെജോറിറ്റി ആൾക്കാരും പറയുന്ന സംഭവമാണ് വാ ഡ്രൈ ആകുന്നെന്നുള്ളത്. ഈ ഡ്രൈ ആകുന്നതിന് മെയിൻ കാരണം എന്താ? നമ്മുടെ വായിൽ തുപ്പലത, സലൈവയുടെ ക്വാണ്ടിറ്റി കുറയുന്നു. അത് ലോങ് ടേം ഒരു ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ്. ഇവ കാരണം എന്ത് സംഭവിക്കും? നമ്മുടെ ഈ തുപ്പലങ്ങിനൊരു പ്രതിരോധ ശക്തിയുണ്ട്, അവ കറക്റ്റായിട്ട് നടക്കുന്നില്ല, ആ പ്രതിരോധ ശക്തി കുറയുന്നു. രണ്ടാമത് നമ്മുടെ ആ തുപ്പലാണ് നമ്മുടെ വായിലെ ഭക്ഷണ സാധനങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നത്. അവയുടെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? ഇത് നമുക്ക് പല്ല് കേടുവരാനുള്ള ചാൻസ് സാധാരണ ആൾക്കാരെക്കാളും കൂടുതലാകുന്നു. ഇങ്ങനെ 2-3 കാര്യങ്ങളുണ്ട് വളരെയധികം റെലവൻ്റ് നമ്മുടെ ഈ പ്രമേഹമായിട്ട് നമ്മുടെ വായിലെ അസുഖമായിട്ട് കണക്ട് ചെയ്യുന്ന 2-3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ആൻഡ് പലപ്പോഴും ഈ മോണരോഗങ്ങളായിട്ടായിരിക്കും ഒരു പ്രമേഹ രോഗി ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പ്രമേഹ രോഗിക്ക് ഒരു പക്ഷേ അറിയില്ല. ആദ്യം ഇങ്ങനെ ഒരു ദന്തരോഗം കാണുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ ഇതൊരു ഡയഗ്നോസിസ് തന്നെ. ഡെഫിനറ്റ്ലി അത് വളരെയധികം നമ്മുടെ സൊസൈറ്റിക്ക് വളരെ കോമൺ ആണ്. പലപ്പോഴും ഡെന്റിസ്റ്റാണ് ഡയബറ്റോളജിസ്റ്റിനോടോ എൻഡോക്രിനോളജിസ്റ്റോടോ പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നത്. ബിക്കോസ് പേഷ്യൻസ് പലപ്പോഴും അത് കോറിലേറ്റ് ചെയ്യാൻ ഫെയിൽ ചെയ്യാറുണ്ട്. ഡോക്ടർ മാത്യു, ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിൽ മോണരോഗങ്ങൾ മാത്രമല്ല ദന്തരോഗങ്ങളും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. ഇവ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ഒരു പരിധിവരെ എല്ലാവർക്കും അറിയാം മോണരോഗം വളരെ കോമൺ ആണ് ഡയബറ്റിക് പേഷ്യൻറ്റിൽ. എന്നാൽ ഇത് കൂടാതെ വേറെ പല അസുഖങ്ങളും നമ്മുടെ പ്രമേഹം കാരണം നമ്മുടെ വായിൽ കണ്ടുവരുന്നു. അതിൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഡെൻ്റൽ ക്യാവിറ്റീസ്. ഡെൻ്റൽ ക്യാവിറ്റീസിൻ്റെ മെയിൻ കാരണം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. വാ ഡ്രൈ ആകുക കാരണം ഫുഡ് സ്റ്റക്കായിട്ടിരിക്കാനുള്ള, അതായത് നമ്മുടെ പല്ലുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് വെരി ഹൈ ആണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ മോണരോഗം ഒരു വേദന ഉണ്ടാക്കുന്ന അസുഖമല്ല. പല മോണരോഗമുള്ള പേഷ്യൻസിനും അത് റിയലൈസ് ചെയ്യത്തില്ല അവർക്ക് മോണരോഗമുണ്ട്.
അവർ പലപ്പോഴും പറയും എൻ്റെ പല്ലുകളുടെ ഇടയിൽ ഫുഡ് കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നു. ഇതൊക്കെയാണ് സാധാരണ പേഷ്യൻസ് പറയുന്നത്. ബട്ട് അതിലൊരു റെലവൻറ്റ് പോയിൻ്റ് ഉണ്ട്. ഈ ഫുഡ് പല്ലുകളുടെ ഇടയിൽ കയറി ഇരിക്കുന്നത് ഇവൻച്വലി അതൊരു പല്ലിൽ കേടുകൾ വരും. അന്നേരം നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് ഈ പ്രമേയ രോഗികൾ വായിൽ സാധാരണ ആൾക്കാരിലും വളരെയധികം മോണരോഗമുണ്ട്. രണ്ടാമത്തത് ഇവരുടെ വായിൽ പല്ലിന് കേടുകൾ സംഭവിക്കുന്നു. പിന്നെ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു വാ ഡ്രൈ ആകും. ഈ ഡ്രൈ ആകുമ്പം മോണരോഗവും ക്യാവിറ്റീസും കൂടാതെ തന്നെ രണ്ടാമത്തെ പ്രശ്നം വെച്ചാൽ വായിലെ അൾസേഴ്സ്. അന്നേരം പലപ്പോഴും വായ്പുണ്ണ് എന്ന് പറയുന്ന അൾസേഴ്സ് നമ്മുടെ വായിൽ പല സ്ഥലങ്ങൾ, എസ്പെഷ്യലി ലിപ്സിൽ, ചീക്സിൽ, ഉള്ളിൽ, വായുടെ ഉള്ളിൽ നമ്മൾ കണ്ടുവരുന്നു. പിന്നെ സ്ത്രീകളിൽ നമ്മൾ കൂടുതലും പ്രമേയ രോഗിയുള്ള സ്ത്രീകളിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന സംഭവമാണ് ഒരു എന്ത് സ്പൈസി ഫുഡ്സ് കഴിച്ചാലും പറയും വാ നീറുന്നു, അല്ലെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെല്ലാം കൂടെ നമ്മൾ കോമൺ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ബേണിംഗ് മൗത്ത് സിൻഡ്രോം. ഇങ്ങനത്തെ ചില, അതുപോലെ തന്നെ ലൈക്കൻ പ്ലാന്റ്സ്, ഇങ്ങനത്തെ ചില അസുഖങ്ങൾ വളരെയധികം പ്രവലൻ്റ് ആണ്. അതായത് വളരെയധികം കോമൺ ആണ് നമ്മുടെ പ്രമേയ രോഗികളിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെൻ്റൽ കാരീസ് അഥവാ പല്ലുകൾക്ക് കേടുവന്ന ഒരു അവസ്ഥയും പെരിയോഡോണ്ടൈറ്റിസ് എന്ന് വെച്ചാൽ മോണകളുടെ പഴുപ്പും, ഇതൊക്കെ പ്രമേയത്തിന്, ഷുഗർ കൺട്രോളിനെ വളരെയധികം ബാധിക്കും. അത് മാത്രമല്ല, ഈ ഷുഗർ കൺട്രോളിൽ ഈ പറഞ്ഞ അസുഖങ്ങളെയും അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. തീർച്ചയായും. ആൻഡ് പലപ്പോഴും ഈ ഡെൻ്റൽ കാരീസ് ഉള്ളതുകൊണ്ടാണ് ഈ ഷുഗർ കൺട്രോള് കറക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ നമുക്ക് ഇത് കൺട്രോൾ ചെയ്തിട്ട് വേണം ഇത് ഈ പല്ല് പറിക്കാനായിട്ട്. അപ്പോൾ അത് കുറേ അധികം പേഷ്യൻസിന് ഒരു ആങ്സൈറ്റിയും ഒരു ഇൻകൺവീനിയൻസും ഉണ്ടാക്കണു. ബിക്കോസ് ഈ ഡെൻ്റൽ കാരീസ് മൂലം പല്ല് വേദന, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഒരു പനി. പക്ഷേ ഷുഗർ കൺട്രോൾ അല്ലാത്തതുകൊണ്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് അവിടെ ഇരിക്കുമ്പോൾ ഷുഗർ കൺട്രോൾ കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഡെഫിനറ്റ്ലി പല പേഷ്യൻസിനെ കുറിച്ച് അവെയർ അല്ല. അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ സങ്കടകരമായ ഇത്. പലരും വായിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഇഗ്നോർ ചെയ്യും. എനിക്ക് ഇതൊന്നും നമ്മുടെ ആരും ഇത് വെച്ചും മരിച്ചു പോവുകയില്ല, നമ്മൾ ഉറക്കം കളയുന്നൊരു പ്രശ്നമല്ല. ബട്ട് ഇത് നമ്മളെ ഇൻഡയറക്ട്ലി നമ്മുടെ പ്രമേഹത്തെ ബാധിക്കും, പ്രമേഹത്തിൻ്റെ കൺട്രോളിനെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രമേഹം കൺട്രോൾ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസും. അതെ, ഇതൊരു ബൈ ഡയറക്ഷനിലാണ്, ടു വേ റിലേഷൻഷിപ്പാണ്. അത് മാത്രമല്ല, ഇപ്പം ഇത് പ്രോപ്പറായിട്ട് ഷുഗർ കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ഏരിയ, അതിൻ്റെ ഹീലിംഗ് വളരെയധികം ഡിലേ ആവും. അത് ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആവും, അത് കോംപ്ലിക്കേറ്റഡ് ആവാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ മാത്യു ആവട്ടെ, അത് എപ്പോഴും ഷുഗർ കൺട്രോൾ ചെയ്തിട്ടാ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പലപ്പോഴും നമുക്ക് ആ സമയത്ത് നമ്മൾ ഹെൽപ്ലെസ് ആണ്, അങ്ങനെ ചെയ്തേ പറ്റൂ. അവിടെയാണ് നമുക്ക് ഈ എൻഡോക്രിനോളജി ബേസ്ഡ് ഹോസ്പിറ്റൽസിൻ്റെ സിഗ്നിഫിക്കൻസ് തന്നെ. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന പേഷ്യൻസ് ഡയബറ്റിക് ആണെന്നുള്ള കാര്യം ഡെൻറ്റിസ്റ്റന്മാരോട് ഒരു പരിധിവരെ വെളിപ്പെടുത്തില്ല. ഓറൽസ് ദേ വോണ്ട് അക്സെപ്റ്റ് ദാറ്റ് ഈ പറയുന്ന ഷുഗർ കൺട്രോൾ അല്ല. അവർ ജസ്റ്റ് പറയും ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ പ്രൊസീജിയർ ചെയ്യും. പല്ലെടുക്കുന്നതിന് കുഴപ്പമില്ല. ഇത് പല്ലെടുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പേഷ്യൻറ്റ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവർ ഡെൻറ്റിസ്റ്റ് അടുത്ത് പോകുമ്പോൾ ഡെൻറ്റിസ്റ്റ് ഒരു പക്ഷേ ചിലപ്പം ഷുഗർ ചെക്ക് ചെയ്യാൻ പറയുമ്പോഴാണ് അറിയുന്ന 300 400 ഒരു കൺട്രോളും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അത് അടുത്ത ഇൻഫെക്ഷൻസിന് കാരണമായി തീരും. അതായത് പല്ല് എടുത്തത് കൊണ്ട് ആ മുറിവ് കരിയാതെ വരുന്ന പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു. അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒ പിയിൽ വരാറുണ്ട് പേഷ്യൻസ് പുറത്ത് പല്ല് എടുത്ത് കഴിഞ്ഞിട്ട്. അത് കഴിയുമ്പോൾ ഇവരെ ഡെൻറ്റിസ്റ്റുകൾ റെഫർ ചെയ്യും, ഇത് ഷുഗർ ഒന്ന് കൺട്രോൾ ആയി, അല്ലാതെ ഇത് കരിയത്തില്ല എന്നുള്ളത്. ഉണങ്ങണില്ല. എക്സാക്ട്ലി. വലിയൊരു പിന്നെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സൂചി കൊണ്ട് എടുക്കാൻ ഒരു തുമ്പ കൊണ്ട് എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇത് എത്തിച്ചേരും. ഡോക്ടർ ജെയിംസ് ആദ്യം പറഞ്ഞ പോലെ ദന്തരോഗങ്ങൾ പ്രമേയ രോഗികളിൽ ഒരു സൈലന്റ് ഡിസീസാണ്. പലപ്പോഴും പ്രമേയ രോഗികൾക്ക് അറിയില്ല ഇവർക്ക് ദന്തരോഗം ഉണ്ടെന്ന്. അപ്പോൾ ഈ ദന്തരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? യെസ്, ഇത് സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ, ഡോക്ടർ ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ, നമുക്ക് ഇത് പലപ്പോഴും വേദനയില്ലാത്തൊരു ഇൻഫെക്ഷൻ ആയതുകൊണ്ട് പലപ്പോഴും പേഷ്യൻസിനെ കുറിച്ച് അറിവില്ല, അല്ലെങ്കിൽ ബോധേഡല്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.
ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും പേഷ്യൻ്റ് വളരെ കോമൺ ആയിട്ട് പറയുന്ന സാധനം വായിൽ നിന്നുള്ള സ്മെല്ല്. പലപ്പോഴും അവർ അസോസിയേറ്റ് ചെയ്യുന്നത് അത് ആക്ച്വലി ഡോക്ടർ ജെയിംസ് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ ഹാലിറ്റോസിസ് അഥവാ ഒരു സ്മെല്ല്, അത് പലപ്പോഴും എൻ്റെ പേഷ്യൻസ് എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അതെ അതെ അതെ. ഇതിലേറ്റവും എനിക്ക് പെരിഡോണ്ടിസ്റ്റ്, അതായത് ഒരു മോണരോഗ സ്പെഷ്യലിസ്റ്റ്, എനിക്കിതിനകത്ത് കൗതുകം തോന്നുന്നത് പലരും ഇത് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയും അല്ല കിഡ്നി ഇഷ്യൂസ് അങ്ങനെ വലിയ വലിയ ചിന്തകളിലാണ്. ഇത് സ്മെല്ല് വരുന്ന വായിലെ കാരണങ്ങൾ കൊണ്ടാണ് പലർക്കും അത് അസോസിയേറ്റ് ചെയ്യാൻ പലപ്പോഴും അത് മിസ് ചെയ്തു പോകുന്നു. ഇത് മോണകളുടെ പഴുപ്പിൻ്റെയാണ് ഈ സ്മെല്ല് ആക്ച്വലി വരുന്നത്. പിന്നെ രണ്ടാമതിനകത്തുള്ളൊരു ഘടകം എന്ന് വെച്ചാൽ ഈ മോണകളിൽ ഇൻഫെക്ഷൻ ഉള്ളവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡുകൾ പല്ലുകളുടെ ഇടയിൽ സ്റ്റക്കായിട്ടിരുന്നു. ഇത് വായിലിരുന്ന് പുട്രിഫൈ ചെയ്യുന്നതിൻ്റെയാണ്, പുട്രിഫൈ ചെയ്യുന്നത്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ സ്മെല്ലാണ് പേഷ്യൻ്റ് ഈ അനുഭവിക്കുന്ന സ്മെൽ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ മോണയും പല്ലിന്റെ അവിടെ ആ ഗ്യാപ്പ് കുറച്ച് വൈഡ് ആയിക്കൊണ്ടിരിക്കും അല്ലേ? ഈ മോണ ഇങ്ങനെ റിസീഡ് ചെയ്യുമ്പോൾ റിസീഡ് ചെയ്യുമ്പോൾ അന്നേരം പേഷ്യൻ്റ് അടുത്ത കംപ്ലയിൻറ്റ് എന്താ സാറിന് പേഷ്യൻസ് പറയുന്നത്, ഡോക്ടർ എൻ്റെ പല്ലുകൾക്ക് നീളം വെക്കും, പ്രായമാകുമ്പോൾ നീളം വെക്കും. ഇത് ആക്ച്വലി പല്ലിന് നീളം വെക്കുന്നതല്ല. പല്ലിൻ്റെ വേരുകൾ മോണയുടെ ഉള്ളിലിരിക്കേണ്ട ഭാഗം വായുടെ പുറത്ത് വരുമ്പോൾ, അതായത് മോണ താഴോട്ട് ഇറങ്ങുമ്പോൾ പല്ലിൻ്റെ വേരുകൾ പുറത്ത് എക്സ്പോസ്ഡ് ആവും. അതുകൊണ്ട് പേഷ്യൻ്റ് അനുഭവപ്പെടുന്ന എന്താ, പല്ലുകൾക്ക് നീളം വെച്ചെന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ. അതുമൂലം ഗ്യാപ്സ് ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി. നമ്മുടെ മോണകളിലാണ് പല്ല് ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നത്. ഈ മോണയും അതിൻ്റെ അടിയിലുള്ള ബോൺ, അതായത് എല്ലുകളും താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഗ്യാപ്പുകൾ തുറക്കുന്നത്. അന്നേരം അത് വാട്ട് ഹാപ്പൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഈ പീരീഡ് ഓഫ് ടൈം എന്ന് വെച്ചാൽ അതാണ് അടുത്ത പ്രസക്തം. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. 5-10 വർഷം കൊണ്ടും ഷുഗർ എത്ര മോശമായിട്ടാണ് കൺട്രോൾ ആയിട്ടിരിക്കുന്നത് അതനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് ഓഫ് പ്രോഗ്രഷൻ ഓഫ് ഇൻഫെക്ഷൻ വരുന്നത്. അതിൻ്റെ പീക്ക് എത്തുന്ന എപ്പോഴാണ്? പേഷ്യൻ്റ് പറയും, ഡോക്ടറെ എൻ്റെ പല്ലുകൾ നീളം വെച്ച് പയ്യെ അകലാൻ തുടങ്ങുന്നു, അല്ല ആടുന്നു, അങ്ങനെ പല്ല് മൊബൈലായെന്ന് പറഞ്ഞുകൊണ്ട് വരും. അത് കഴിഞ്ഞ് ഇതിൻ്റെ അടുത്ത അറ്റാച്ച്മെൻറ്റ് ലോസ് സംഭവിക്കും. ഇത് കഴിഞ്ഞ് അവസാനം എന്ത് സംഭവിക്കും? ഈ പല്ലുകൾ പയ്യെ പൊഴിഞ്ഞ്, അതായത് പലപ്പോഴും എൻ്റെ പേഷ്യൻസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല പേഷ്യൻസും പറയാറുണ്ട്, ഡോക്ടറെ പല്ല് പൊഴിഞ്ഞ് വായിലിരുന്നായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കയറി കടിച്ചപ്പം അത് ഊരി വന്നു എന്നത്. ഇതാണ് അതിൻ്റെ പിക്ക്. എങ്കിലും ഇതിനകത്ത് കൗതുകമായ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പെയിൻ ഇല്ല. പേഷ്യൻറ്റിന് ഒരു പെയിൻ ഇല്ലാതെ പല്ല് ഊരിയെടുക്കാം. ആ അവസ്ഥയിലാണ് പലപ്പോഴും നമ്മളെ കാണാൻ വരുന്നത്. ആ സമയത്താണ് നമ്മൾ പേഷ്യൻ്റ് മനസ്സിലാകുന്നത് നമ്മുടെ പ്രമേയം കൊണ്ട് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വായിൽ സംഭവിക്കുന്നത്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നമ്മുടെ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ്, അതായത് ഫുഡ്, അതായത് നോൺ വെജ് കഴിക്കുമ്പോൾ പറയുമ്പോൾ പല്ലുകളിൽ മീറ്റ് എല്ലാം കയറി ഇരിക്കുകയാണ്. ഇതൊക്കെ തുടക്കത്തിലെ സിംറ്റംസ് ആണ്. പല്ല് ഊരി കൈ അത് തന്നെ, ഇതൊക്കെ തുടക്കം. അത് കഴിഞ്ഞ് ഇത് പല്ല് ഊരി കൈ വരുന്നത് അതിൻ്റെ ലേറ്റ് സീക്വലാണ്, അത് ലാസ്റ്റ് സ്റ്റേജാണ്. പക്ഷേ അപ്പോഴാണ് പേഷ്യൻ്റ് ഇതിനെക്കുറിച്ച്, അവിടെയാണ് സാറ് തുടങ്ങിയപ്പോഴേ സൂചിപ്പിച്ചത് പ്രിവെൻഷൻ, അതിൻ്റെ റിലവൻസ് അവിടെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രമേഹ രോഗികൾ ഈ പല്ല് പൊഴിഞ്ഞു പോയിട്ട് അവർക്ക് സെറ്റ് പല്ല് ഉപയോഗിക്കേണ്ടി വരിക, ഇതൊക്കെ ഈ സെറ്റ് പല്ല് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഒറിജിനൽ പല്ലിന്റെ അടുത്ത് കൂടെ പോലും പോവില്ല. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി പ്രമേയമൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് നല്ല രീതിയിൽ നമുക്ക് ഇത് തടയാൻ പറ്റും. ഡെഫിനറ്റ്ലി. എനിക്ക് എൻ്റെ ഒ പിയിൽ 35 വയസ്സുള്ള പേഷ്യൻസ് വരെ ഉണ്ട്. എല്ലാ പല്ലുകളും എടുത്ത് ഞാനും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ സങ്കടം തോന്നും. മുഖത്തിന്റെ ആ ഇത് തന്നെ മാറിപ്പോകും. ബിക്കോസ് പല്ലില്ലെങ്കിൽ അവരുടെ ആ ഫേഷ്യൽ പ്രൊഫൈല് മാറിപ്പോകും. വളരെ ഒരു ഏജ്ഡ് ആയിട്ട് തോന്നും. ഡെഫിനറ്റ്ലി. ആ ഈസ്തെറ്റിക്കിനും കൂടുതൽ ഇതൊരു അത് വളരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് മഗ് എടുത്ത് വായി വെക്കുന്ന ഫീലിംഗ് ആണ് ഈ സെറ്റ് പല്ലുകൾക്ക്. ഇത് ഈ 10-35 വയസ്സുള്ള ഒരു വ്യക്തി അതും വെച്ചുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. വിച്ച് ക്യാൻ ബി പ്രിവെൻറ്റഡ്. അവിടെയാണ് ഇതിൻ്റെ ഇതൊരു പ്രിവെൻറ്റബിൾ അസുഖമാണ്. ബട്ട് നമ്മുടെ ഇഗ്നറൻസും ഇത് സമൂഹത്തിലുള്ള ഇതിനെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ്. അതാണ് പലപ്പോഴും നമ്മളിപ്പം പ്രമേഹ രോഗികളുടെ അടുത്ത് ഇപ്പോൾ പെരിയോഡോണ്ടിസ്റ്റോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് വിടുമ്പം അവർ പലപ്പോഴും ആലോചിക്കുക, എന്തിനാണ് ഞാൻ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോണേ. അപ്പോൾ ഈ ഒരു കണക്ട് അത് പലപ്പോഴും നമ്മുടെ ആൾക്കാരിൽ, നമ്മുടെ പ്രമേഹ രോഗികൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല. ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു വളരെ ക്ലോസ് അസോസിയേഷൻ ഉണ്ട് പ്രമേഹവും ദന്തരോഗങ്ങളും എന്നുള്ള ആ ഒരു ഇത് കണക്റ്റിംഗ് ലിങ്ക് അത് ഇല്ലാണ്ട് പോകണം. ഒരു പ്രമേഹ രോഗി
ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് വളരെ എൻ്റെ ഒ പി ഞാൻ വളരെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സീൻ, അതായത് കണ്ടുവരുന്നൊരു ഒരു സിറ്റുവേഷനാണ്. പേഷ്യൻ്റ് കൈയും വീശിയാണ് പലപ്പോഴും വരുന്നത്. എസ്പെഷ്യലി ഇങ്ങനത്തെ മെഡിക്കൽ ഹിസ്റ്ററി, അതായത് നമ്മൾ ഡയബറ്റിക്കോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പേഷ്യൻ്റ് പ്രമേയ രോഗികൾ ഒരു ഡെൻറ്റിസ്റ്റിനെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കാണാൻ വരുമ്പോൾ അതായത് റീസെൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു മാസം അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 1 മന്തിലുള്ള ഷുഗറിൻ്റെ റിസൾട്ട്സ്, അതായത് പ്രിഫറബിളി HbA1c, അതായത് നമ്മുടെ 3 മാസത്തെ ആവറേജ് ഷുഗറിൻ്റെ ലെവൽ, ടെസ്റ്റ് റിസൾട്ട്സുമായിട്ട് വന്നാൽ തന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദാറ്റ്. ടെസ്റ്റ് റിസൾട്ടുമായിട്ട് വരിക നമ്പർ 1. ഇനി രണ്ടാമത്തെ ഞാൻ കണ്ടുവരുന്ന ഒരു പ്രതിഭാസവും അല്ല, നമ്മുടെ കേരളത്തിൽ വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, പേഷ്യൻ്റ് പെട്ടെന്ന് വരും, ഡോക്ടറെ എനിക്ക് പല്ല് പറിക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മോണ ക്ലീൻ ചെയ്യണം. അവർ ഈ ഷുഗറിൻ്റെ കാര്യം ഒരു പരിധിവരെ ഡെൻറ്റിസ്റ്റിനോട് എംഫസൈസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ പറയത്തില്ല, അല്ലെങ്കിൽ അത് കൺട്രോൾ ആകുന്ന നിലയിൽ സംസാരിക്കും. പേഷ്യൻസ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഷുഗർ കൺട്രോൾ ആകാതെ പല്ല് ക്ലീൻ ചെയ്ത്, അതായത് മോണ ക്ലീൻ ചെയ്യുക, പല്ല് ക്ലീൻ ചെയ്താൽ അത് ഗുണത്തെക്കാളും ദോഷമാണ് സംഭവിക്കുന്നത്. സെക്കൻഡിൻ്റെ അകത്തുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പല്ലെടുക്കുമ്പോൾ സെനാറിയോ, അതായത് ഈ പല്ലെടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല, പക്ഷെ പല്ലെടുത്ത് കഴിഞ്ഞ് ഈ നമ്മുടെ ആ മുറിവ് ഹീൽ ചെയ്യണമെങ്കിൽ ഷുഗർ കൺട്രോൾ ആകണം. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ്, ഐദർ പേഷ്യൻ്റെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് ഓർ പലപ്പോഴും ഡെൻറ്റിസ്റ്റിൽ ഈ റിസൾട്ട്സ് ഇല്ലെങ്കിൽ അവരും എൻഡ് അപ്പ് മേക്കിംഗ് ഈ സെയിം അറിയാതെ പല്ലുകൾ എടുത്തും. അത് കഴിയുമ്പോഴാണ് ഡെൻറ്റിസ്റ്റും റിയലൈസ് ചെയ്യുന്നത് ഷുഗർ കൺട്രോൾ അല്ല എന്നുള്ളത്. പിന്നെ ഞാൻ നമ്മുടെ ഒപ്പിൽ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, പേഷ്യൻറ്റ് ചോദിക്കും, ഡോക്ടറെ ഞാൻ ഡയബറ്റിക് ആണ്, അല്ല പ്രമേയ രോഗം എത്ര നാൾ, എനിക്ക് ഡെൻ്റൽ ഇംപ്ലാൻറ്റ്സ് ചെയ്യാൻ ഒക്കുമോ എന്നുള്ളത്. ഈ ഡെൻ്റൽ ഇംപ്ലാൻറ്റ്സ് കൺട്രോൾ ഡയബറ്റിക് പേഷ്യൻറ്റിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ബട്ട് ദാറ്റ് ഹാസ് ടു ബി നമ്മുടെ ഡയബറ്റോളജിസ്റ്റോ എൻഡോക്രിനോളജിസ്റ്റുമായിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് വേണം ഇങ്ങനത്തെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ബിക്കോസ് ഈ ഇംപ്ലാന്റ്സ് എന്നൊക്കെ പറയുന്നത് ഒരു കോസ്റ്റ്ലി ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ആൻഡ് ഈ ഷുഗർ കൺട്രോൾ അല്ലാത്ത മൂലം ആ ഒരു ഇത് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. ഡെഫിനറ്റ്ലി. അത് മാത്രമല്ല പേഷ്യൻറ്റും ഡിസപ്പോയിൻറ്റഡ് ആവും. അപ്പോൾ ആദ്യം തന്നെ ഇവരെ നമുക്ക് നന്നായിട്ട് പ്രൈം ചെയ്ത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാൽ മാത്രമാണ്, നല്ല കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഇംപ്ലാന്റ്സ് ചെയ്യാൻ പാടുള്ളൂ എനിക്ക് തോന്നുന്നത്. ഇപ്പം ഈ പേഷ്യൻ്റ് അത് പ്രമേയം നന്നായിട്ട് സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയിൽ നമ്മൾ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സക്സസ് ആവില്ല എന്ന് നമുക്കറിയാം, ഓർ അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറയാനും സാധ്യതയുണ്ട്. അതെ, വളരെയധികം സാറ് പറഞ്ഞത്, ഡോക്ടർ ടോം പറഞ്ഞത് വളരെയധികം റിലവൻ്റ് ആണ്. പലപ്പോഴും പേഷ്യൻറ്റിന് ഒരു പല്ല് വേണം, അതും ഇവർക്ക് പലപ്പോഴും അവർ കോറിലേറ്റ് ചെയ്യാറില്ല. ലോങ് ടേം നമുക്ക് ആ റിസൾട്ട്സ്, നമുക്ക് ഇത്ര എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, നമ്മൾ നാച്ചുറലി ഇംപ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻ്റ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിൻ്റെ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ലോങ് ടേം റിസൾട്ട് കിട്ടണമെങ്കിൽ ഷുഗർ കൺട്രോൾ ആകാതെ മുമ്പോട്ട് പോകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഭാവിയിലുണ്ടാകും. ഞാൻ വേറൊരു സിറ്റുവേഷൻ കാണുന്നത്, എല്ലാവരും തിരക്കിലാണ്, ഈ പെട്ടെന്ന് ഇന്ന് തന്നെ ഇംപ്ലാന്റ് ചെയ്യണം, നാളെ ഇംപ്ലാന്റ് ചെയ്യണം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ HbA1c 10, 11, എന്നാലും അവര് ഡെന്റിസ്റ്റ്മാരെ പുഷ് ചെയ്യും, എനിക്കിപ്പോൾ വേണം, നാളെ വേണം, മറ്റന്നാൾ വേണം. അവർ അത് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു ഇത് മറന്ന് ഇങ്ങനെ തിരക്ക് പിടിച്ച് പോകുമ്പം അവർക്ക് റിസൾട്ട്സ് പേഷ്യൻ്റ് പലപ്പോഴും മനസ്സിലാക്കാത്തതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിലും കൂടുതൽ ഡിലേയും വരും, ഇതിലും കൂടുതൽ അനാവശ്യ ട്രീറ്റ്മെൻറ്റും എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സിലോട്ടും നമ്മളെ തന്നെ തള്ളിവിടുകയാണ്. ഒരു പരിധിവരെ പേഷ്യൻസ് മനസ്സിലാക്കേണ്ടതാണ്. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതിൽ പേഷ്യൻറ്റിന് പേഷ്യൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്, എല്ലാവർക്കും തിരക്കാണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ. അപ്പോൾ നമ്മുടെ പ്രമേയ രോഗികൾക്ക് എങ്ങനെ ഈ ദന്തരോഗങ്ങൾ തടയാൻ പറ്റും? ഡെഫിനറ്റ്ലി പലപ്പോഴും വളരെ പെയിൻഫുള്ളായിട്ടോ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കും. അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ കറക്റ്റ്, അത് എല്ലാ രോഗങ്ങൾക്കും ബാധകമാണ്. ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സിനും അത് ഡെൻ്റൽ പ്രോബ്ലംസിനും അത് സെയിം റിലവൻ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ പേഷ്യൻറ്റിനോടും പറയുന്നത്, ബ്രഷ് ചെയ്യുക. ബ്രഷ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്. പക്ഷേ കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുന്ന ആൾക്കാർ ഒരു 10% താഴെ നമ്മുടെ സമൂഹത്തിലുള്ളൂ. കറക്റ്റ് രീതി നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംപടി നമുക്ക് ഒരുപാട് വീഡിയോസ് കിട്ടും ബ്രഷിങ്ങിനെ കുറിച്ച്. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ട് അത്യാവശ്യം കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുന്ന രീതികളെ പറ്റി ഒരു മിനിമം സെൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ 90% നമ്മുടെ വായിലുള്ള അസുഖങ്ങൾ കുറയാൻ കറക്റ്റ് രീതിയിലുള്ള
ബ്രഷിംഗ് ആണ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദാറ്റ്. സെക്കൻഡ് എന്ന് വെച്ചാൽ ഈ പലപ്പോഴും നമ്മുടെ കമേഴ്ഷ്യൽ സൈഡ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കാണാറുണ്ട്, ആ ബ്രഷ് ഉപയോഗിക്കുക, ഈ പേസ്റ്റ് ഉപയോഗിക്കുക. ഇതിലൊക്കെ പ്രസക്തമായിട്ട് ഉള്ള സാധനം എന്ന് വെച്ചാൽ സാധാ ഒരു ബ്രഷാണെങ്കിൽ കറക്റ്റ് രീതിയിൽ ബ്രഷ് ചെയ്യാനുള്ള, അതിൽ വീണ്ടും ഞാൻ പറയുന്നു, അതിലാണ് കറക്റ്റ് വേ ഓഫ് ബ്രഷിങ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേ ഓഫ് പ്രിവെൻറ്റ് ദിസ്. രണ്ടാമത്തത് നമ്മുടെ പ്രമേയ രോഗികൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഷുഗർ കൺട്രോൾ ആക്കുക. ഷുഗർ കൺട്രോൾ ആക്കാതെ നിങ്ങൾ എന്ത് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല. വെറുതെ നമുക്ക് ഒരു വഴിപാട് ചെയ്യുന്നത് പോലെ വന്ന് ക്ലീൻ ചെയ്യുക, പോവുക, അതിൻ്റെ റിസൾട്ട്സ് കിട്ടണമെങ്കിൽ ഷുഗർ കൺട്രോൾ ആക്കുക. പിന്നെ തേർഡായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ അല്ല, ബട്ട് വെസ്റ്റേൺ, അതായത് നമ്മൾ നോർത്ത് അമേരിക്ക, അതായത് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള 6 months കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെക്കപ്പിന് പോവുക. ആ ഒരു കൾച്ചർ നമുക്ക് ഇവിടെ ഇല്ല. ബട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സ്പെൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ട്രീറ്റ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാനും, ഈ നമ്മൾ പേഷ്യൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇപ്പം ഞാൻ ഉൾപ്പെടെ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുത്ത്. ഡെഫിനറ്റ്ലി അതൊരു ഹ്യൂമൻ നേച്ചറാണ്. ഇത് മാറണം. ഡെഫിനറ്റ്ലി. അന്നേരം ഈ പ്രിവെൻഷൻ എന്നുള്ള അതിന് പേഷ്യൻ്റ്, നമുക്ക് ഒരാളെ വീട്ടിൽ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുവരാനുള്ള നമുക്ക് പരിമിതികളുണ്ട്. ബട്ട് പേഷ്യൻ്റ് അത് മനസ്സിലാക്കണം. സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് ടൈം എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ ആ പ്രിവെൻറ്റ്, ഒരു പല്ലടയ്ക്കുന്നത് വളരെ ചെറിയ തുകയ്ക്ക് പല്ലടയ്ക്കാൻ സാധിക്കും. പലപ്പോഴും പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത് ഒന്നെങ്കിൽ അത് റൂട്ട് കനാലോ അല്ലെങ്കിൽ ഒരു എടുത്തു കളഞ്ഞ ഇംപ്ലാന്റോ അങ്ങനത്തെ എക്സ്റ്റെൻസീവ് ട്രീറ്റ്മെൻറ്റ്സിലാണ്. അത് പേഷ്യൻ്റ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാക്കുന്നില്ല. അത് വിദേശ രാജ്യങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞു, അതുകൊണ്ട് അവർ അതിൻ്റേതായ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യും. നമ്മളിപ്പോഴും ഡെൻറ്റിസ്റ്റിനെ കാണുമ്പോൾ ആ ഡെൻറ്റിസ്റ്റ് നമ്മുടെ റൂട്ട് കനാൽ പറഞ്ഞു അല്ലെങ്കിൽ ഇംപ്ലാന്റ് പറഞ്ഞു എന്നുള്ള പരാതി കേട്ടാൽ, പക്ഷേ ഇതിന് മുമ്പുള്ളൊരു സ്റ്റേജുണ്ട്. ആ സമയത്ത് നമ്മൾ പൊതുവെ ഡെൻറ്റിസ്റ്റുകളോ ഡെൻ്റൽ ക്ലിനിക്കുകളോ വിസിറ്റ് ചെയ്യാറില്ല. അതിനാണ് അതിൻ്റെ റെഗുലറായിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ പേഷ്യൻ്റ് പല കമേഴ്ഷ്യൽ, ഞാൻ പ്രത്യേകിച്ചൊരു ബ്രാൻഡ് പറയുന്നില്ല, പല ആൻറ്റി സെൻസിറ്റിവിറ്റി പേസ്റ്റുകളുണ്ട്. പേഷ്യൻസുകൾ ആവശ്യമായും അനാവശ്യമായിട്ടും ഈ സെൻസോഡൈൻ പോലെയുള്ള ആൻറ്റി സെൻസിറ്റീവ് പേസ്റ്റ് ഓവർ ദ കൗണ്ടർ കിട്ടുന്ന പേസ്റ്റുകൾ ഈ മോണരോഗത്തിൻ്റെയോ അല്ല പല്ലിൻ്റെ കേടിൻ്റെ ലക്ഷണങ്ങൾ ഇവ മാറ്റിത്തരും. പക്ഷേ ഇതിൻ്റെ കാരണക്കാരൻ ഇത് മാറ്റാറില്ല. പേഷ്യൻസ് ഇത് വെച്ച് വർഷങ്ങളോളം ഇത് ഉപയോഗിച്ച് ഇതൊരു പ്രശ്നം സങ്കീർണമായി കഴിയുമ്പോൾ ഈ പേസ്റ്റുകളിലോ അല്ല ഉപ്പുവെള്ളത്തിലോ ഇത് നിൽക്കില്ല. ആ സമയത്താണ് നമ്മുടെ അടുത്ത് വരുന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഇപ്പോൾ ഒരു പ്രവണതയാണ്. ഏതെങ്കിലും ഒരു നമ്മുടെ ആൾക്കാർ അഡ്വർടൈസ്മെന്റ്സ് ആണ് കൂടുതൽ വിശ്വസിക്കുന്നത്. എക്സാക്ട്ലി അവരുടെ ഡെന്റിസ്റ്റ്മാരിലുള്ള വിശ്വാസവും അതൊന്നും ഷോർട്ട് കട്ട്സ് ആണ്, ബേസിക് ഷോർട്ട് കട്ട്സ് ആണ്. ബട്ട് അവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇവർ അഡ്വർടൈസ്മെന്റ് പറയുന്ന കാര്യങ്ങളൊന്നും രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാറ്റും, കാരണക്കാരൻ അവിടെ തന്നെ പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് പ്രമേയവും ദന്തരോഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ജെയിംസ്, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ആൻഡ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.